നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു പരീക്ഷണമായി മാത്രം കണ്ട് ക്ഷമിച്ച നമുക്കെല്ലാം അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്തരസെന്റ് സെല്ലും പള്ളിയുമാണ് മുമ്പുണ്ടായിരുന്നത്. ഇന്ന് നിങ്ങൾ കാണുന്ന സൗകര്യങ്ങളിൽ നിന്നും വികസിപ്പിക്കാവുന്ന രീതിയിൽ ഈ പള്ളിക്ക് ഞങ്ങൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. പലരുടെയും കൂടെ നിന്ന് അതിന് ഭാഗഭാക്കായിട്ടുമുണ്ട്. എൻ്റെ ഇവിടെ വരുന്ന പല ആളുകളും അതിന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഈ പള്ളിക്ക് ഒരു 30 സെന്റ് സ്ഥലത്തോളം അവരുടെ ഡിസ്പോസലിൽ ഇന്ന് ഈ പള്ളിക്ക് ഉണ്ട്. ആ ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനി വരുന്നൊരു തലമുറക്കോ ഞങ്ങൾക്ക് ശേഷമുള്ള ഒരാളുകൾക്കോ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യം ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹു അതിന് വലിയൊരു തൗഫീക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങളെ കൂടെ നിന്ന് എല്ലാ ആളുകൾക്കും ഈ തരുണത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അള്ളാഹു അവർക്കെല്ലാം നന്മ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊന്നും അല്ലാതെ ഇപ്പോഴീ നമ്മുടെ കൂടെ ഈ പള്ളി എടുക്കാൻ വന്ന ആളുകൾക്കും മുഹമ്മദ് അലി സാഹിബിനും കുടുംബത്തിനും അതിനുവേണ്ടി സംഭാവന തരുന്ന ആളുകൾക്കും ഒരൊറ്റ ഖുർആനിൽ എൻ്റെ മനസ്സിനെ സ്വാധീനിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ച ഒരു വാക്ക് ഒരു ആയത്ത് ഞാൻ അവർക്ക് ഓതി കേൾപ്പിക്കുകയാണ്. റിജാലും ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമി സലാത്തി വഇതാഇ സകാത്തി യഹാഫൂന യൗമൻ തതകല്ലബു ഫീഹിൽ ഖുലൂബി വൽ അബ്സാർ ലിയജ്സിയഹും അല്ലാഹു അഹ്സന മാ അമിലു വയസീദഹും മിൻ ഫളിലിഹി വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ലിയജ്സിയഹും അല്ലാഹു അഹ്സന മാ അമിലു, അവർ പ്രവർത്തിച്ചതിൽ നിന്ന് ഏറ്റവും നല്ലതിന് പ്രതിഫലം കൊടുക്കുവാൻ വേണ്ടി. അതെന്തിനാണ്? കൽബും കരളും പിടയുന്ന ഒരു ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനും അവരും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാവരും ആ ഒരു പ്രതീക്ഷയിലാണുള്ളത്. അള്ളാഹു അതിനുള്ള ഒരു പ്രതിഫലം അവർക്കും നമുക്കും നൽകുമാറാവട്ടെ എന്ന് പറയുന്നു. പിന്നെ ഈ പള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെക്കാണോ ഇളയതാണെങ്കിലും എൻ്റെ ഗുരുനാഥനായ KV അബ്ദുൽ ലത്തീഫ് മൗലവിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ നന്മയും പടച്ചവൻ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിച്ചത്തിലേക്ക് നയിച്ച നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും മരിച്ചുപോയവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും അള്ളാഹു എല്ലാ നന്മയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ കൊച്ചു സംസാരം നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ എന്ന് ആശിക്കുന്നു. എൻ്റെ ആശകൾ ഏകദേശം പൂവണിഞ്ഞിട്ടുണ്ട്. ഈ സംസാരത്തിൽ നിന്ന് പ്രചോദനം കിട്ടിയ ഏതെങ്കിലും 2 കുട്ടികളുണ്ടെങ്കിൽ ബാക്കി അവരായിക്കോളും. ഈ ഇബ്രാഹിം കുട്ടി ഹാജിയും SM ഇബ്രാഹിം സാഹിബും MM അബൂബക്കർ സാഹിബും ഇവിടെ മീറ്റിംഗ് വിളിച്ചാൽ അതിൻ്റെ മുന്നിലിരിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും 2 കുട്ടികളുണ്ടായാൽ മതി, ബാക്കി അവരായിക്കോളും. സന്തോഷമായി ആളുകളായി സ്ഥലമായി ഇതിനൊക്കെ ടേക്കേഴ്സ് ഉണ്ടായി ഏറ്റെടുത്ത് ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചു എന്ന് കരുതുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യവും എളുപ്പമാക്കി തരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ മുഖ്യാതിഥി KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുൽ മദനി സാഹിബ് മുഖ്യ പ്രഭാഷണം നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹി വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ദലാല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ നേതാക്കളെ, കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നമ്മുടെ എല്ലാം നേതാവുമായ AP അബ്ദുൽ ഖാദർ മൗലവി ഇന്ന് പുനർനിർമ്മാണത്തിന് വേണ്ടി ഈ പള്ളിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്.
ഇവിടെ മുസ്തഫയുടെയും റഹീം സാഹിബിൻ്റെയും സ്വാഗത പ്രസംഗവും വിവരണവും എല്ലാം ഇതിൻ്റെ ചരിത്രത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഈ തുടങ്ങി വച്ച ഈ പ്രവർത്തനം ഒരു വിഷമവുമില്ലാതെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി ഇവിടെ സുജൂദ് പുനരാരംഭിക്കാൻ, സുജൂദിന് അല്പം സ്ഥലം ബാക്കി നിർത്തുന്നുണ്ട്, പക്ഷെ എന്നാലും നാം വിചാരിക്കുന്ന പ്രകാരമുള്ള സൗകര്യത്തോടു കൂടെ അത് നിർവഹിക്കാൻ എത്രയും വേഗം ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. യഥാർത്ഥത്തിൽ കോഴിക്കോട് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനമാണ്. ഇവിടുത്തെ ഉമറാക്കളാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഇസ്ലാഹി പണ്ഡിതന്മാർക്ക് എക്കാലവും പ്രചോദനമായി നിന്നത്, ആവേശമായി നിന്നതും. ഇവിടുത്തെ വർത്തക പ്രമുഖർ, ഇവിടുത്തെ ഉന്നതന്മാരായ ആളുകൾ അഭിമാനപൂർവ്വം ഏറ്റെടുത്തൊരു പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അതിന് അവരുടെ സഹായമാണ് ഞാൻ എന്നും അനുസ്മരിക്കാറുള്ളത് പോലെ കേരളത്തിലെ ഇസ്ലാഹി സ്ഥാപനങ്ങൾ മുഴുവൻ നിലനിർത്തിപ്പോന്നത്. ഇവരുടെ സഹായം കാംക്ഷിച്ചുകൊണ്ടാണ് ഒട്ടധികം സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് പല സോഴ്സുകൾ, പല ഭാഗങ്ങളിലൂടെയും പല വരുമാന മാർഗങ്ങളും ഉണ്ടെങ്കിലും എനിക്കറിയാം, ഏറെക്കുറെ ഓർമ്മയിലിരിക്കുന്ന ഒരു അരനൂറ്റാണ്ട് കാലം ഈ കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ച കാലത്തും അനന്തരമുള്ള കാലഘട്ടങ്ങളിൽ ഇന്നും ഈ കോഴിക്കോടുള്ള പൗരപ്രമുഖരും ഇവിടുത്തെ സാധാരണക്കാരും ഈ ആദർശത്തോടും ഈ പ്രസ്ഥാനത്തോടും കാണിച്ചിട്ടുള്ള കൂറും ഭക്തിയും അതിനു വേണ്ടിയുള്ള ത്യാഗപൂർണമായ അവരുടെ സമർപ്പണവും എന്നും അഭിമാനപൂർവ്വം ഓർക്കേണ്ടതാണ്. എല്ലാ കാലത്തും നമുക്ക് അഭിമാനമായി നിന്നിരുന്നവിടുത്തെ പള്ളികൾ, അതിലുള്ള ദഅവത്താണ്, അതിലുള്ള ഖുത്ബയാണ് വമ്പിച്ച മാറ്റങ്ങൾ ഈ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയത്. ഇന്ന് ഏറെക്കുറെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന സലഫി മസ്ജിദുകൾ, അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഒന്നുകിൽ കച്ചവട ചെയ്യുവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുവാൻ കോഴിക്കോട് നഗരത്തിലെത്തിയപ്പോൾ ഒളിഞ്ഞും മറിഞ്ഞും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാതെ പട്ടാളപ്പള്ളിയിലെയും മൊഹീദ്ദീൻ പള്ളിയിലെയും അതുപോലെ ഖലീഫ മസ്ജിദിലെയും എല്ലാം ഖുത്ബകൾ കേട്ട് വമ്പിച്ച പരിവർത്തനത്തിന് വിധേയമായ ആ വ്യക്തികളാണ് പിന്നീട് നാട്ടിലേക്ക് തിരിച്ചുപോയി അവിടെ ഈ ആദർശത്തിൻ്റെ ശക്തമായ ശബ്ദം മുഴക്കുകയും അവർ നേതൃത്വം വഹിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളും പള്ളികളും വന്നത്. ഓരോന്നിൻ്റെ ചരിത്രത്തിൻ്റെ പിന്നിലും ഇവിടെ കച്ചവടത്തിന് വേണ്ടി വന്ന ഉമറാക്കൾ, അതേ പ്രകാരം ഇവിടെ അവരുടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നവർ, ഉപഭോക്താക്കൾ, ഈ ആളുകളാണ് അവരുടെ നാട്ടിലില്ലാത്ത ഒരു സൗകര്യം, പറഞ്ഞു കേട്ട ഒരു സൗകര്യം, എമ്പാടും വിമർശിക്കപ്പെട്ട ഒരു സൗകര്യം നമ്മുടെ ഇസ്ലാഹി പള്ളികളിൽ നിന്ന് ഖുത്ബകളിലൂടെ അവർക്ക് ശ്രവിക്കാൻ കഴിഞ്ഞത്. ആദ്യമായി മലയാള ഖുത്ബ നിർവഹിക്കപ്പെട്ട ഈ നഗരത്തിലെ പള്ളികളിലാണ് അത്തരം ആളുകൾ ഒളിഞ്ഞും മറഞ്ഞും ഇരുന്ന് ഈ ദൗത്യം ആദ്യമായി ശ്രവിച്ചത്. എനിക്കറിയാം, മഹാനായ കെ.വി. നമ്മുടെ അബ്ദുൽ ലത്തീഫ് മൗലവി, നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ഖുത്ബ പട്ടാളപ്പള്ളിയിൽ, ആ ഖുത്ബ ശ്രവിച്ചുകൊണ്ടാണ് സുന്നത്തും ബിദ്അത്തും ആളുകൾ തിരിച്ചറിഞ്ഞത്, തൗഹീദും ശിർക്കും തിരിച്ചറിഞ്ഞത്. എന്തെങ്കിലും വാചാലമായി സംസാരിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ദീനിനെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഖുത്ബകളായിരുന്നു യഥാർത്ഥത്തിൽ അവരെല്ലാം നിർവഹിച്ചിരുന്നത്. പിൽക്കാലത്ത് മൊഹീദ്ദീൻ പള്ളി വന്നതിന് ശേഷം പരിതനായ CP അബൂബക്കർ മൗലവിയെ പോലെയുള്ള ആളുകൾ, അതേ പ്രകാരം ഉന്നതന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ, അവരുടെ ശൃംഖല ഞാൻ പറയുന്നില്ല, ഈ ആളുകളിൽ നിന്ന് ഈ ആദർശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം നമ്മുടെ വെളിച്ചമെത്തിയത്.
അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഈ നഗരത്തിലെ ഉന്നതന്മാരായ ആളുകൾ. അവർ ആ രംഗത്ത് മാത്രമാണ് അവർ താഴോട്ടിറങ്ങാറുള്ളത്. ഞാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ സൗകര്യങ്ങൾ കൊണ്ടും ഉയർന്ന അവസ്ഥകൾ കൊണ്ടുമുള്ള ആളുകൾ പള്ളിയിൽ സാധാരണക്കാരോടൊപ്പം ആ സഫുകളിൽ അണിനിരക്കുമ്പോൾ അവിടെ മനസ്സിൽ ഇസ്ലാമിക സാഹോദര്യവും ആ സമത്വവും പൂർണ്ണമായി അത് ഉൾക്കൊണ്ട് സാമൂഹ്യ ജീവിതത്തിൽ അത് പ്രതിഫലിക്കാൻ തുടങ്ങിയതാണ് കോഴിക്കോടിൻ്റെ വിജയത്തിന് പ്രധാനമായ കാരണം. ഇവിടെ വളരെ ഉന്നതന്മാരെ മുഴുവൻ പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ആ പള്ളിയിലെ കൂട്ടായ്മയിലാണ് അവരിവിടുത്തെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കാറുള്ളത്. ഞാൻ 2-3 പള്ളികളുടെ പേരുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപാട് പള്ളികൾ പിന്നീട് ഈ നഗരത്തിൽ എമ്പാടും പള്ളികൾ നഗരത്തിലും പരിസരത്തുമുണ്ടായി. എന്നാൽ പല പള്ളികളും നമ്മുടെ ആദർശത്തിനനുസരിച്ച് ഖുത്ബ നിർവഹിക്കുന്നു, ഭരണം നടത്തുന്നു എന്നല്ലാതെ സംഘടനാപരമായ ഒരു കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് വളരെ കുറച്ച് പള്ളികൾ മാത്രമേ യഥാർത്ഥത്തിൽ സ്വീകരിച്ചിരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും വിമർശന രൂപത്തിലല്ല ഈ പറയുന്നത്. ഇവിടുത്തെ നല്ലവരായ ആളുകളുടെ കൂട്ടായ്മയാണ്. അവരെല്ലാം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന് അവിടെ സംഘടനാ പ്രവർത്തനവും കൂടി, അതായത് സംഘടനാപരമായ ദഅവത്ത് മാത്രമല്ല, സംഘടന നിർവഹിക്കുന്ന ദഅവത്ത് മാത്രമല്ല, ഈ സമൂഹത്തെ ആരോഗ്യകരമായ ഒരു സംഘടിത പ്രവർത്തനത്തിന് പിന്നിൽ അവരെ നിർത്താനുള്ള ശ്രമവും കൂടി. അത്തരം സന്ദർഭങ്ങൾ അതിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന പള്ളികൾ നമുക്ക് വളരെ കുറച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുള്ള അവസരങ്ങൾ നൽകുന്നത് വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് വലിയ സൗകര്യങ്ങളാണ് കോഴിക്കോട് വലിയങ്ങാടിയിലെ ഖലീഫ മസ്ജിദ്. ഇപ്പോൾ വരെ ഒരുപാട് കാലഘട്ടങ്ങൾ ഞാൻ ഓർക്കുന്നു. കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ്റെ സംസ്ഥാന കൗൺസിൽ ചേരാറുള്ളത് ഖലീഫ മസ്ജിദിലായിരുന്നു. ഒരുപാട് കൗൺസിലുകളെ ഞാൻ ഓർക്കുന്നു. ആ ഖലീഫ മസ്ജിദിൻ്റെ അതിൻ്റെ ഭരണരംഗത്തുണ്ടായിരുന്ന പരേതനായ ഇട്ടോളി അഹമ്മദ് ഹാജിയെ സംബന്ധിച്ച് അദ്ദേഹം സംഘടനയെയും അതേപ്രകാരം ആദർശത്തെയും അദ്ദേഹത്തിൻ്റെ എല്ലാം നേതൃത്വത്തിലുണ്ടായിരുന്ന ആ പള്ളിയെ അതിന് കേന്ദ്രവുമാക്കി നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് യഥാർത്ഥത്തിൽ വഹിച്ചത്. പരലോകത്ത് അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ വലിയങ്ങാടിയിലും മിഠായി തെരുവിലും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കച്ചവടക്കാരെ ഞാൻ ഒന്നും പേര് ഇപ്പോൾ എടുത്തുദ്ധരിക്കുന്നില്ല. സംഘടനാപരമായി കൂടി വലിയ സംഭാവനകൾ അർപ്പിച്ചൊരു പള്ളി ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം സംഘടന ഓർക്കുന്ന ഒരു പള്ളിയിൽപ്പെട്ടതാണ് പുതിയറ പള്ളി. ഈ പള്ളിയിൽ ഇവിടെ സംഘടനയുടെ ജില്ലാതലം, സംസ്ഥാനതലം, അതേപ്രകാരം അതിൻ്റെ ഉപഘടകങ്ങൾ, അവരുടെ എല്ലാം ഒരുപാട് കൺവെൻഷനുകൾ, ഒരുപാട് പ്രവർത്തക സമിതി യോഗങ്ങൾ, ഒരുപാട് കൂട്ടായ്മകൾ, അതിനെല്ലാം പൂർണ്ണമായ സൗകര്യവും സ്വാതന്ത്ര്യവും നൽകിയ അറിയപ്പെടുന്ന ഒരു പള്ളിയായി ഈ കഴിഞ്ഞ ദശാബ്ദത്തിൽ നിറഞ്ഞു നിന്നൊരു പള്ളിയാണിത്. അതുപോലെ തന്നെ പ്രൗഢിയും ആർഭാടവും മനോഹാരിതയുമൊന്നും കാഴ്ചയിലില്ലെങ്കിലും വളരെ ഒരു വൈജ്ഞാനിക രംഗത്ത് സമ്പന്നമായ ഖുത്ബകളും അതുപോലെ ഉപദേശങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ ഒരു പള്ളിയാണിത്. ഈ പള്ളി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇവിടുത്തെ പ്രഭാഷണം അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് ഗുണകരമായ ഫലം. ആ ഒരവസ്ഥയിൽ ഈ പള്ളിയുടെ ഒരു പുനർനിർമ്മാണവും അതിൻ്റെ വികസനവും അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടാകുന്നത് സംഘടനക്കും അതുപോലെ നമ്മുടെ പ്രസ്ഥാനത്തിനും ആദർശ പ്രബോധനത്തിനുമെല്ലാം കൂടുതൽ ഫലപ്രദമാകും എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിൻ്റെ ഭാരവാഹികളെ എനിക്കറിയാം. ആ ഭാരവാഹികൾ അവരെല്ലാം പൂർണ്ണമായും സംഘടനയോടൊപ്പം നിൽക്കാൻ, സംഘടനയോട് ഒന്നിച്ച് നീങ്ങാൻ, അതിനു വേണ്ടി പിന്നിൽ നിലയുറപ്പിക്കാൻ ദൃഢപ്രതിജ്ഞ ചെയ്ത ആളുകളാണ്. അതിന് നേതൃത്വം വഹിക്കുന്ന ആളുകളും. ഈ ഒരവസ്ഥയെ സംഘടന കാണുന്നു, പ്രസ്ഥാനം കാണുന്നു. ഈ പള്ളിയുടെ അതിൻ്റെ പ്ലാൻ പാസ്സാക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ കിട്ടുന്നതിൽ ലഭിക്കുന്നതിൽ ഉത്കണ്ഠയും പ്രാർത്ഥനയും പ്രകടിപ്പിച്ച ഒരുപാട് ആളുകൾ
ഇവിടെയുണ്ട്. അവർക്ക് സന്തോഷകരമായ വാർത്തയാണ്. പൂർണ്ണമായ അംഗീകാരത്തോടു കൂടെ ഇതിൻ്റെ പുനർനിർമ്മാണം ആരംഭിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ വളരെ വിഷമകരമായ ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ പൂർണ്ണ അംഗീകാരത്തോടു കൂടെ നാം ഇതിൻ്റെ പുനർനിർമ്മാണം ആരംഭിക്കുകയാണ്. കഴിയുന്നിടത്തോളം ആർക്കും ശല്യമില്ലാത്ത, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ഒരു നിർമ്മാണ പ്രവർത്തനം ഇതിൻ്റെ ഉള്ളിൽ നടക്കട്ടെ. സമുദായം എമ്പാടും വളർന്നിട്ടുണ്ട്. ഞാൻ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത് എത്ര പുകഴ്ത്തിയാലും മതിയാകാത്തൊരു സന്ദർഭമാണ്. പക്ഷേ മുന്നറിയിപ്പ് നൽകണം. സാമ്പത്തികമായി മറ്റ് പല നിരക്കും അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ച മനുഷ്യർ ആ സമ്പത്ത് ഇവിടുത്തെ ആഡംബരങ്ങൾക്കും അവനവൻ്റെ സൗകര്യങ്ങളുടെ നേടിയെടുക്കുന്നതിനുള്ള മത്സരങ്ങൾക്കും വേണ്ടി മാത്രമായി അത് ഉപയോഗിക്കുമ്പോൾ അന്ത്യദിനത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും അടയാളമായി സുഖലോലുപന്മാരെ വിശേഷിപ്പിച്ച ആയത്തുകളിലേക്ക് നാം പോകരുത്. അതിൻ്റെ അപവാദമാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് നഗരത്തിലെ നമ്മുടെ ഗുണകാംക്ഷികളായ സമ്പന്നരായ ആളുകൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ആളുകൾ നമ്മോടൊപ്പം സാധാരണ പ്രവർത്തകന്മാരായി നിൽക്കുകയും നമ്മോടൊപ്പം പ്രവർത്തിക്കുകയും അവിടെ സമ്പത്തിൻ്റെ ഒരു വലിയ അംശം ഈ യാതൊരു വിധത്തിലുള്ള പേരും പെരുമയും ആഗ്രഹിക്കാതെ ഇതിനു വേണ്ടി ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. ഇന്നലെ മറ്റൊരു പള്ളിയുടെ ശിലാസ്ഥാപനത്തിൽ ബഹുമാന്യനായ എപിയും ഞാനും പങ്കെടുത്തിരുന്നു. ആ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുമ്പോഴും അവിടെ കേട്ട സ്വാഗത പ്രസംഗം ഇതിൽ സന്തോഷകരമായ, ഇതിനു വേണ്ടി ഒരു പിരിവ് നടത്തേണ്ടതില്ല. അത് നമ്മിൽ നിന്നുള്ള ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി അത് ഏറ്റിട്ടുണ്ട് എന്ന് ഒരു മനോഹരമായ ഒരു വലിയ പള്ളിയുടെ അത് ഇന്നലെ അസറിനാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇന്ന് മറ്റൊരു സന്തോഷകരമായ വാർത്തയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒരു പ്രവർത്തകർ, നമ്മോടൊപ്പമുള്ള സഹപ്രവർത്തകർ, അവരുടെ കുടുംബം, അവർ ഈ കാര്യത്തിൽ എമ്പാടും, ഞാൻ മുഖസ്തുതി ഒരിക്കലും ആ രംഗത്ത് പറയുന്നില്ല, പക്ഷേ നന്മകളിൽ മത്സരിക്കാനുള്ള, അതിനെ നമുക്ക് അംഗീകരിക്കാനുള്ള, നാം സമ്പാദിച്ചുണ്ടാക്കുന്ന സ്വത്ത് പരലോകത്ത് നമ്മുടേതായി മാറാനുള്ള, മരണശേഷം അനന്തരാവകാശികൾക്ക് മാത്രം സമ്പാദിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടി കൂടി അതിനെ ബോധപൂർവം ഉപയോഗിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഗുണകാംക്ഷികളായ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്ക് ധന്യമായ അനുഗ്രഹീതമായ പരലോക ജീവിതം അല്ലാഹു തആല നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനമുണ്ടാക്കിയാൽ പരലോകത്ത് അള്ളാഹു അവർക്ക് വേണ്ടി ഭവനമുണ്ടാക്കും. അതിൻ്റെ ഉൾക്കനം, വേറെ വിശദീകരണം ആവശ്യമില്ല, അതിൻ്റെ ഉൾക്കനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാര്യങ്ങളിൽ പ്രാർത്ഥനാനിർഭരമായ മനസ്സുകളോടെ ഇതിൻ്റെ പ്രവർത്തനത്തോടൊപ്പം നീങ്ങാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ KJU സെക്രട്ടറി M. മുഹമ്മദ് മദനി സാഹിബ്, പള്ളി ഫണ്ട് പാരിസൺസ് ഗ്രൂപ്പ് MD NK മുഹമ്മദ് അലിയിൽ നിന്ന് സ്വീകരിക്കുന്നു. മുഹമ്മദ് മദനി സാഹിബ് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല ബിദ്അത്തിൻ ദലാല. ബഹുവന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, ഉദാരമതികളായ സുഹൃത്തുക്കളെ, ഈ ഒരവസരം അള്ളാഹു നമുക്കേറെ രണ്ട് ലോകത്തും ഗുണകരമാകുന്ന അവസരമാക്കി ഉയർത്തുമാറാകട്ടെ. അധ്യക്ഷനായ റഹീം സാഹിബിൻ്റെ വിശദീകരണം ഏറ്റവും അറിവും മതിയായതുമായിരുന്നു എന്നതാണ് സന്തോഷകരമായത്. ഏകദേശം മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഈ തരുണത്തിൽ സന്തോഷം കൊണ്ട് കരയാൻ തോന്നിയത് ഇത് മാത്രമാണ്.
16 സെന്റ് സ്ഥലത്ത്, അതും പട്ടണത്തിലെ ജയിലിന് മുന്നിൽ ജനോപകാരപ്രദമായ രൂപത്തിൽ ഒരു പള്ളി നിർമ്മിച്ച് ഇൻഷാ അല്ലാഹ് 10 മാസത്തിനുള്ളിൽ ജനങ്ങൾക്ക് ഇബാദത്തിന് പൂർണ്ണമായി തുറന്നു കൊടുക്കാനുള്ള ഒരവസരവും അതിന് വേണ്ട എല്ലാ ഊരാക്കുടുക്കുകളിൽ നിന്നുമുള്ള രക്ഷയും കിട്ടിയ ഒരു സന്ദർഭത്തെ പറ്റി ഓർക്കുകയും അതിൻ്റെ ഫണ്ട് ആരോട് ചോദിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ അല്ലാഹു തആല നമുക്ക് ചെയ്ത അനുഗ്രഹം ഓർത്ത് കരഞ്ഞുപോയി. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരവസ്ഥ വന്ന ഈ ഒരു സന്തോഷത്തിൽ എങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി പറയേണ്ടത്? ഇതിന് മനസ്സ് വെച്ച ആ നല്ല കുട്ടികളോട് എങ്ങനെയാണ് കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടത് എന്നാലോചിച്ചപ്പോൾ എനിക്ക് ജനാബ് KB അബ്ദുൽ ലത്തീഫ് മൗലവിനെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഓതിക്കേൾപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ വചനം അതൊരു സാധാരണക്കാരനെ, അറബി കോളേജിൽ പഠിച്ച ആളല്ല, ഒരു പുരുഷനായി വളർന്ന് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഖുർആൻ പഠിച്ചിട്ട് ആ പ്രചോദനം ഉൾക്കൊണ്ട വികാരതരളിതമായ അദ്ദേഹത്തിൻ്റെ വാചകവും ഖുർആനിലെ സൂറത്തു നൂറിലെ ആ അവതരണവും മാത്രം മതി ഇത്തരം ഒരു പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിനും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വീകാര്യതക്കും നമ്മൾ മനസ്സിലാക്കുക. പള്ളികൾ ധാരാളം ഇവിടെ ഉണ്ട്.